ഷഹബാസിനെ കൊല്ലുന്നു പറഞ്ഞ കൊല്ലും. ഓന്റെ കണ്ണൊന്ന് പോയി നോക്കട. കണ്ണില്ല. അജാതി കാട്ടിലാണ് ഞാൻ കാട്ടിയിരിക്കുന്നത്. കാരണം ഞാൻ വലിയ ഗുണ്ടല്ലേ, ചാരി എന്തും കാട്ടാം. കാരണം ഇച്ച് 18 വയസ്സ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇച്ച് കേസോ കാര്യങ്ങളൊന്നും വരൂല. ആരെ പേടിച്ചാലാണ്? ആ ഓന് ഇപ്പോ ഇതാക്കണ്, പുതിയൊരു ന്യൂസ് വന്നിക്കണ്. ഇവർക്കൊക്കെ 5 ആൾക്കും SSLC പരീക്ഷ എഴുതാം, ഒരു കുഴപ്പമില്ല. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ 3 വർഷമെങ്കിലും ഡീബാർ കൊടുക്കും, പിന്നെ പരീക്ഷ എഴുതാൻ പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് നിയമം എങ്ങോട്ടാണ്. ഇതുപോലത്തെ ക്രിമിനലുകളെ സ്കൂളിൽ കയറ്റാൻ തന്നെ പറ്റൂല. നഷ്ടപ്പെട്ടത് ആ പാവം പെരക്കാർക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നിങ്ങളൊക്കെ വീമ്പളക്കി പറയണ്ടല്ലടാ, നിങ്ങളെ പെരക്കാരെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കണം. കാരണം ഇതുപോലത്തെ തലതെറിച്ച മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെരീത്ത മാതാപിതാക്കളെ അവസ്ഥ എന്താക്കാനും. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്, ഇതുപോലത്തെ ക്രിമിനലുകളെ SSLC പരീക്ഷ എഴുതാൻ ഒരിക്കലും ശ്രമിച്ചില്ല. അപ്പൊ ഇതിന് കുറെ ആൾക്കാർ കമന്റ് ചെയ്യും, കുറെ ഭാവിയല്ല പോണേ, എന്തിനാടാ ഇതുപോലത്തെ കൊന്നും കൊണ്ടും നടക്കണ ഇവർക്കൊക്കെ എന്ത് ഭാവി? ഒരു ഭാവിയില്ല. ഒരു പാവം പോയപ്പോ കഴിഞ്ഞില്ലേ. എന്നിട്ട് അങ്ങനെ പിന്നെ സഹതപിക്കായിട്ട് വലിയ കാര്യമാണ്. ഏതായാലും ഈ പൊന്നുമോന്റെ ആ നല്ലൊരു മോണ്ടല്ലോ, നല്ലൊരു മാസമായതുകൊണ്ട് നമ്മൾ പറയണത്, പഠിച്ചോനെ അതിന് സ്വർഗപ്പൂന്തോപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലത്തെ ക്രിമിനലുകൾ ഇനി സർക്കാർ നിയമ നടപടി എടുക്കണം, ഇവരെ ജയിലിലിടണം. അതാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് പറയാനുള്ളത്. ഇവരൊന്നും പുറത്തേക്ക് വിടരുത്.